ഒരു ഫർണിച്ചർ കടക്കാരൻ അദ്ദേഹത്തിൻ്റെ കടയിലത്തെ ഫർണിച്ചറുകളൊക്കെ വിൽക്കാം. അദ്ദേഹം ഒരു ഗെയിമറിൻ്റെ അടുത്ത് പോകുന്നു. 1 മില്യൺ ഫോളോവേഴ്സുള്ള ഒരു ഗെയിമറിൻ്റെ അടുത്ത് പോയിട്ട് ആളുടെ അടുത്ത് പറയണം, അവനെ അതൊക്കെ ഒന്ന് വിറ്റാളാന്ന് പറഞ്ഞിട്ട് ആൾ ഒരു റീൽസൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് ഗെയിമറിൻ്റെ അടുത്ത് പറയണം. ഗെയിമർ എന്ത് ചെയ്യണം, ഈ കടയിൽ വീഡിയോ ഒക്കെ എടുത്തിട്ട് കുറച്ച് നല്ല പൊലിപ്പിച്ച് ആൾ വീഡിയോസ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇടണം. ഇതിൻ്റെ ഒപ്പം തന്നെ ഇതേ ഫർണിച്ചർ കടക്കാരൻ നല്ല ഫർണിച്ചറിനൊക്കെ പറ്റി, ഹോം ഡെക്കോറിനൊക്കെ പറ്റി സംസാരിക്കുന്ന ഒരു ഇൻഫ്ലുവൻസറിൻ്റെ അടുത്ത് പോയിട്ടും ഇതുപോലെ തന്നെ പറയണം, അങ്ങനെ നീയും ഇതുപോലെ കടനെ പറ്റിയിട്ട് കുറച്ച് ഒക്കെ പറഞ്ഞിട്ട് റീൽസ് ചെയ്യാൻ പറയണം. ഏത് ഇൻഫ്ലുവൻസറിൻ്റെ കയ്യിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ സെയിൽസ് വരാം? ഒരു ഗെയിമറിൻ്റെ കയ്യിൽ നിന്നാണോ അതോ മറ്റേ ഹോം ഡെക്കോർ അതുപോലെ ഫർണിച്ചേഴ്സിനൊക്കെ പറ്റി വീഡിയോസ് ചെയ്യുന്ന ഇൻഫ്ലുവൻസറിൻ്റെ കയ്യിൽ നിന്നാണോ? ടാർഗറ്റഡ് ഓഡിയൻസ് എവിടെയാണോ, നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസ് എവിടെയാണുള്ളത്, അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ സെയിൽസ് വരാം. നിങ്ങൾക്ക് എവിടെ നിന്ന് സെയിൽസ് ഏറ്റവും കൂടുതൽ വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോൾ തന്നെ. അപ്പോൾ നമ്മുടെ ബിസിനസ്സിന് വേണ്ടി എങ്ങനെ ടാർഗറ്റഡ് ഓഡിയൻസിനെ കണ്ടുപിടിക്കാം? അതിനൊന്നുമില്ല, വാല്യൂസ് കൊടുക്കാം. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് ഒക്കെ വഴി വാല്യൂസുകൾ ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. നമുക്കറിയാവുന്ന അറിവുകൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. തിങ്കളാഴ്ച എന്ത് ചെയ്യുക, അതോറിറ്റി കണ്ടൻറ്റ് ചെയ്യുക. ചൊവ്വാഴ്ച റിലേറ്റബിൾ കണ്ടൻറ്റുകൾ ചെയ്യുക. ഇപ്പോൾ ഫർണിച്ചറിൻ്റെ കാര്യമാണെങ്കിൽ നിങ്ങളുടെ ഫർണിച്ചറുകൾ എന്തുകൊണ്ട് പെട്ടെന്ന് നശിഞ്ഞു പോകുന്നു, ഇതുപോലെയുള്ള വീഡിയോസുകളൊക്കെ ചെയ്യുക. അതുപോലെ ബുധനാഴ്ചയാണെങ്കിൽ സെയിൽസ് ഫോക്കസ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി സെയിൽസ് ഫോക്കസ് ചെയ്തിട്ടുള്ള വീഡിയോസുകൾ ചെയ്യാം. ഇങ്ങനെ നിങ്ങൾ വാല്യൂസുകൾ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ആൾക്കാർ ട്രസ്റ്റ് ചെയ്യും. ഇന്നത്തെ കാലത്ത് ഒരു വ്യക്തിയിൽ നിന്നാണ് ഒരു വ്യക്തി ഒരു പ്രൊഡക്റ്റോ സർവീസസ് പർച്ചേസ് ചെയ്യാനായിട്ട് വളരെ ട്രസ്റ്റബിളായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ഓൺലൈനിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ സ്വയമേ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന വഴി നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡ് ഗ്രോ ആവും. അതിനൊപ്പം നിങ്ങൾക്ക് സെയിൽസ് കൺവേർട്ട് ചെയ്യാനും പറ്റും. ഈ പേഴ്സണൽ ബ്രാൻഡിങ്ങും സെയിൽസും നിങ്ങൾ കമ്പൈൻ ചെയ്താൽ അതൊരു ഡെഡ്ലി കോമ്പിനേഷനാണ്. അപ്പോൾ പേഴ്സണൽ ബ്രാൻഡിങ്ങും സെയിൽസിനെ പറ്റിയിട്ടുള്ള വീഡിയോസുകളായിരിക്കും ഇനി കൂടുതൽ ചെയ്യാൻ പോകുന്നത്. അങ്ങനത്തെ വീഡിയോസുകൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ബിസിനസ് വളർത്താൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ അക്കൗണ്ട് ഫോളോ ചെയ്ത് വയ്ക്കാം.